experience. ഇതെങ്ങനെ ഇനി നിങ്ങൾ ഓടിക്കുമല്ലേ ഇവിടുന്ന്? ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എടി ആ എലിവിഷം അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്ക് എലീനെ പിടിക്കാൻ പോവാ? അല്ലടി, ഞാൻ കലക്കി കുടിക്കാൻ പോകും. കേട്ടോ, നിവർത്തിയില്ലാതെ വന്നോ രണ്ടിനും ഞാൻ കലക്കി കൊടുക്കുകയാ. കൊടുത്തിട്ട് ഏതെങ്കിലും ചാക്കി കെട്ടി വല്ല പുഴയിലും കൊണ്ട് കളയും. ഫസ്റ്റ് പിന്നെ ക്ലീറ്റോച്ചേട്ടൻ അകത്ത് പോകത്തില്ലേ? അപ്പൊ ക്ലീറ്റോച്ചേട്ടൻ്റെ പിന്നെ ഭാവി എന്തുവാ? ഓ എന്റെ പൊന്നോ, നല്ല ബുദ്ധി. വേറെ വല്ലതും ആലോചിക്ക്. വേറെ ആലോചിക്കുന്ന എവിടെ പറഞ്ഞിട്ട് തിരിച്ചു വരും. ഞാൻ പറഞ്ഞ അവരുടെ വീട്ടുകാരെ വിളിച്ചങ്ങ് പറ. അത് തന്നെ നല്ലത്. നമ്മൾ ഈ കിടന്ന് ഉരുകണ എന്തിനാ? നമ്മൾ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് വേറെ നമുക്ക് അറിയത്തില്ലെന്ന് പറയാം. ഇന്നാ വന്നേന്ന് പറയാം. എടി അതൊക്കെ പറഞ്ഞു. ഇന്നലെ ഇവിടുന്ന് രണ്ടും കൂടെ കാറി പോകണുണ്ട്. അപ്പൊ ഞാൻ കരുതി എന്താണെന്നറിയുമോ, ആ പെണ്ണിനെ വഴിയിൽ എവിടെയെങ്കിലും ചവിട്ടി തള്ളിയിടും. ഞാൻ ഓർത്ത് രണ്ടും കൂടെ അടിപിടി വല്ലത്തിനും വല്ലതും പറ്റുമെന്ന്. രണ്ടും കൂടെ വന്നില്ലേ? ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ഇവരെ ഒന്നല്ലെങ്കിൽ അമ്മാവന്റെ ചീരപ്പാടം കാണാനോ അങ്ങനെ എങ്ങോട്ടെങ്കിലും വിടാം. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. എന്നിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇനി വരുള്ളൂ എന്ന് പറയാം. ഭയങ്കര ബുദ്ധിയാണ്. അവര് ഹണിമൂണിന് വന്നതല്ലേ, അവരെ ടൂറിന് വിടാനായിട്ട്. ബോധമല്ലോ പറയടി. പോവോ അതങ്ങനെ? ഒന്നും പോവൂല. അതാണ് ഈ വീട് കുത്തി തുറന്ന് രണ്ടും കൂടെ ഇവിടെ താമസം. എന്നാ പിന്നെ ക്ലീറ്റോ പാർട്ടി മനസ്സിൽ നിന്ന് കളഞ്ഞേക്കും. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനായിരുന്നു? അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണ്ടേ ഇനി? ആ ഇത് കരിക്കും പോലെ വഞ്ചിക്കും പോലെ എന്നിട്ടല്ലേ രണ്ടും കൂടെ അങ്ങ് സൽക്കരിക്കാൻ നിൽക്കുകയാണ്. പിന്നെ ഞാനേ എന്നോടത് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടില്ലേ. കാപ്പി കുടിച്ചിട്ട് പോവും. പിന്നെ പട്ടിണി കിടത്താൻ പറ്റുമോ? എന്തെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടാക്കണല്ലേ കൊടുക്കുന്നുള്ളൂ. ഒന്നും സ്പെഷ്യൽ ആയിട്ട് വെച്ച് കൊടുക്കുന്നില്ലല്ലോ. അല്ലാതെ അമ്മാവനോട് ഇത് പറയണോ? അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം, എന്തെങ്കിലും ഐഡിയ കിട്ടണമെങ്കിലാ. അത് തന്നെയല്ല, അമ്മാവൻ അറിയാത്ത രഹസ്യമൊന്നും നോക്കണ്ട. അമ്മാവൻ പറയട്ടെ. എന്താ എല്ലാരും ഇവിടെ ഇരിക്കുന്നത്? അല്ല ഞങ്ങളിങ്ങനെ വെറുതെ ഓരോരോ അവനെ അമ്മ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്നുമില്ല. ഇത് മൂന്നാമതൊരാൾ അറിഞ്ഞാൽ എന്റെ ഇവന്റെ ഭാവിക്ക് ദോഷമാണ്. അമ്മായിയോട് പോലും പറയില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നോട് പറയണ്ട, ഞാൻ ചില കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു എന്ന് വരും. തുടങ്ങി അമ്മാവ ഇത് അങ്ങനെ നോക്കേ, അമ്മാവനോട് പറയണം. നമുക്ക് ആകെയുള്ളൊരു അമ്മാവനാ. അമ്മാവൻ ആരോടും പറയില്ല, എനിക്ക് ഉറപ്പാ. അണ്ടാ അവൾക്ക് എന്നെ അറിയാം, അത്രയും പോലും പിന്നെ എന്നെ അറിയില്ല. അമ്മാവ അതുകൊണ്ടല്ല പറഞ്ഞത്, ഇത് പുറത്തറിഞ്ഞ പ്രശ്നമുള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്. എന്താ പ്രശ്നം എന്ന് പറയടാ, ഞാൻ ഇവിടെ ഇത് തന്നെ ഞങ്ങൾ പറഞ്ഞ പ്രശ്നം. പുള്ളി ഇത് അമ്മ ഒരേ അമ്മാവനാ നമുക്ക് ചീട്ട് കളിച്ചല്ലേ? അമ്മാവനെ അല്ല അമ്മാവനെ കൂട്ടാ ചീട്ട് കളിക്കേ. ഞങ്ങൾ വരാം. പോ നീ പോകത്ത്, ഞങ്ങൾ വരാം. ഞങ്ങൾ ഒരു ഇച്ചിരി ഒരു പിന്നെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഈ വീടേ ഓഹരി വെക്കണ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യുക. അല്ല ചർച്ച ചെയ്യണ ഞാൻ വെച്ചിട്ട് നമ്മളല്ലോ പുറത്താക്കണ കാര്യം തന്നെ. ജെസ്സിയെടുത്തേക്കാൻ സീറ്റോടെ ഉണ്ട് അല്ലേ പറഞ്ഞേ? അതെന്താ മെസ്സിനെ കാണണമെന്ന് പറഞ്ഞു? ഏതായി മെസ്സി? മെസ്സി റൊണാൾഡോ ഒന്നുമല്ല, അത് അവൻ സ്നേഹിക്കണ പെണ്ണ് ജെസ്സി. പെണ്ണിന്റെ കൂടെയാണോ വന്നേക്കണേ? അവര് ഒളിച്ചോടി ഇവിടെ വന്നത്. അവര് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഒളിച്ചോടി വന്നവരൊക്കെ കയറി താമസിപ്പിക്കാനുള്ള സ്ഥലമാണിത്. എടാ എന്റെ അളിയപ്പ ജീവിച്ചിരിക്കണ്ടല്ലോ, നിങ്ങളൊക്കെ ഇവിടെ കെട്ടി തൂക്കിയാലേ നീ തോന്നിയ ഇവിടെ നടക്കില്ല. ഇറക്കി വിടണം. എന്റെ അമ്മാവ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? ഇറക്കി വിടണമെന്ന്. അല്ല അത് ക്ലീറ്റോന്റെയും ഇവളുടെയും ബന്ധു. അങ്ങനെ ബന്ധുക്കളെന്നൊന്നും പറഞ്ഞു ഇവിടെ ആരും കയറി വരാൻ പറ്റില്ല. ഇപ്പൊ ഇറക്കി വിടണം. അമ്മാവ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അഭയം തേടി വന്നവരാണ്. എന്ത് സാഹചര്യമാണ് അമ്മാവ ഇതിന് വേറെ പ്രശ്നം, അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റൂല. എന്തേ? ഇവരെ ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചെന്ന് അറിഞ്ഞാൽ എനിക്ക് സസ്പെൻഷൻ ആവും. ഒരു പോലീസുകാരനാണ്. എനിക്കും പ്രശ്നമാണ്. ഇവന്റെ രാഷ്ട്രീയത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. ആളാരാണെന്ന് അറിയാമോ? നമ്മുടെ ഭരണപക്ഷത്തുള്ള ഒരു വെട്ടുകുഴിയില്ലേ, വെട്ടുകുഴി സെബാസ്റ്റ്യൻ ചേട്ടന്റെ മോനാണ്. പെണ്ണെന്നറിയാമോ? പി പി ജോർജില്ലേ പ്രതിപക്ഷത്തെ? അത് നമ്മൾ രണ്ടും കൂടെ ഒളിച്ചോടി വന്നേക്കണം. ആരായാലും ശരി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇറക്കി വിടണം, ഇല്ലെങ്കിൽ അമ്മാവൻ ഇറങ്ങി പോവേ. വിടണം. അതിനുള്ള മാർഗം ഞങ്ങൾ നോക്കി. ഏതാ പെണ്ണ്? ഞാനൊന്ന് കാണട്ടെ. അവിടെ കാണട്ടെ. കാണണമെന്നും കുഴപ്പമില്ല അമ്മ, പക്ഷെ ചൂടാവരുതവളൂ. ഇല്ല അമ്മ ഇത് പൊടിയായിരുന്നു. ചൂടാവണം വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ആ കൊച്ചൊരു പാവം. എന്താ പാവാടി? നമ്മളെ പുറത്താക്കാനെന്നൊരമ്മ. എന്നിട്ട് പറ മോളെ അമ്മയുടെ കാര്യം. അമ്മ ഭയങ്കര പാവാ. പപ്പയെ ഭയങ്കര പേടിയായതുകൊണ്ട് ഒരു എലീനെ പോലെയാ അവിടെ കഴിയുന്നത്. അതുകൊണ്ട് പപ്പ എന്ത് പറഞ്ഞാലും അമ്മ അതേപോലെ ചെയ്യും. എന്റെ കെട്ടിയോനും ഇതേ സ്വഭാവമായിരുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതെല്ലേ? സ്വന്തം കെട്ടിയോന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ആദ്യ ഭാര്യമാർക്ക് അവിടെ അറിഞ്ഞുകൂടാത്തത്.
ഇത്രയും നാളെ റോസ്മേരി എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് എന്റെ സ്നേഹം എന്താ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഇടാ നിന്റെ സ്വഭാവം മനസ്സിലാക്കിയോണ്ടല്ലേ റോസുമാരി എന്നേക്കുമായിട്ട് നിന്നെക്കൊണ്ട് പറഞ്ഞു വിട്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് റോസ്മി ചേച്ചി കുറച്ചു സംസാരിച്ചു. ആള് സ്മാർട്ട് തന്നെ കേട്ടോ. സ്മാർട്ടല്ല ഓവർ സ്മാർട്ടാണ് അപ്പൊ. ആ നീ എപ്പോ വന്നടാ? ഞാനെപ്പോ വന്നെന്താ എന്തിനാ ചേച്ചി അറിയണേ? അയ്യോ എന്റെ ആങ്ങളെ എപ്പോ വന്ന് എപ്പോ പോയി എന്നൊന്നും എനിക്കറിയണ്ടേ. ഇനി അധികമൊന്നും അറിയേണ്ടി വരില്ല. വരവൊക്കെ നിർത്താൻ പോവാ അവിടേക്കുള്ളത്. അമ്മായിട്ട് എന്തോ കലിപ്പിടിച്ച് വരുവാന്ന് തോന്നല്ലോ. അമ്മായിട്ട് പോരടിച്ചാ ഞാൻ അവിടെ നിന്നല്ലേ പോരുണ്ട്. ഇവിടെ പറഞ്ഞാൽ എന്താ കുഴപ്പം? എടാ നീ കാര്യം പറ. എന്തിനാ ഞാൻ കാര്യം പറയണ്? ചേച്ചിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഏതാ ഈ ചേട്ടൻ? അയ്യോ ചേട്ടനൊന്നും വിളിക്കണ്ട മോളെ, എന്റെ ആങ്ങളെയാ. 19 വയസ്സുണ്ട് അവന്. അയ്യോ, ആങ്ങളെയാണോ? പക്ഷെ കണ്ടാ പറയത്തില്ല കേട്ടോ ഏട്ടാ. അതെ, ഈ രണ്ടുപേരും 2 രൂപ 2 തൊഴിലും. അതല്ല, കണ്ട അമ്മമ്മയുടെ മൂത്ത മോനെന്നേ പറയത്തുള്ളൂ. അത്രയ്ക്ക് കേട്ടോ. സത്യം സത്യം. മൂത്ത മോനോ? ഇത് മുതുക്ക് ഡയ്യാണ് പുള്ളു. ഒരാഴ്ച മഴ അറിഞ്ഞാൽ കുമ്പളങ്ങ പരുവോ. സത്യം പറഞ്ഞ ചിതാഭസ്മൻ ടീം ഏത് സമയം വിളി വരും. ഇത് ഡയ്യൊന്നല്ല, ഇത് ഒറിജിനലാ. ചേട്ടൻ പട്ടാളത്തിലാണോ? പട്ടാളത്തിലാണെന്ന് കണ്ട എല്ലാവരും പറയാറുണ്ട്. കാരണം എന്റെ ബോഡി ഷേപ്പ് ഒക്കെ. പക്ഷെ ഞാൻ പട്ടാളത്തിലല്ല, ഞാൻ കർഷകനാ. കൃഷി എന്ത് കൃഷി? ഈ ചീര കൃഷി. അയ്യോ, ചീരകർഷകനാണെന്ന് എനിക്ക് വയ്യ. ചീര എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാ. അല്ല, എത്ര സെന്റിലാ ചെയ്യുന്നത്? ആളിനെ എത്ര പറഞ്ഞ പോരാ, ഏക്കർ കണക്കിന് ചുവപ്പ് പച്ച കൊള്ള. ഏക്കർ കണക്കിനോ? എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. നമ്മുടെ ഈ ബ്ലഡ് ശുദ്ധീകരിക്കാൻ ചീര ഭയങ്കര ബെസ്റ്റ് അല്ലേ? ദേ, ഞാനാണ് പ്രധാനമന്ത്രി എങ്കിൽ ഏട്ടന് ഒരു പത്മശ്രീ അവാർഡ് കൊടുത്ത് ആദരിച്ചേനെ. കറക്റ്റാണ്. ഈ പാട്ട് എഴുതുന്നവർക്കും മറ്റേ കവികൾക്കൊന്നല്ല കൊടുക്കേണ്ടത്, കർഷകർക്കാണ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ചീര കർഷകർ. ഇതൊക്കെ ആരോട് പറയാൻ? ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ബുദ്ധി വേണ്ടേ? ഈ ചീരയുടെ മഹത്വത്തെ കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അത് കേട്ട് പഠിക്കണം എല്ലാവരും. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനേ. ഈ അടുത്തങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ അറിയിക്കണേ. ഞങ്ങൾ ഒരുമിച്ച് വരാം. ടോം വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വന്നിരിക്കും. അല്ല, ഞാനും വരും. നമുക്ക് പോവാം. അല്ല, ഇതിനു മുമ്പ് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഏട്ടന്? അയ്യോ അവൻ അവാർഡിലൊന്നും അത്ര വിശ്വാസമില്ല മോനെ. അയ്യോ, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഞാൻ പപ്പയെടുത്ത് പറഞ്ഞ് കൃഷിമന്ത്രിയെ കൊണ്ടൊരു അവാർഡ് ഞാൻ എന്തായാലും കൊടുപ്പിക്കും. ചേട്ടൻ അവാർഡ് കൊടുത്തില്ല പിന്നെ ആർക്ക് കൊടുക്കാൻ? കൊടുക്കാനാ? കർഷക സ്ത്രീ ആയിരിക്കുമല്ലേ? കർഷക സ്ത്രീ അല്ല, കർഷകശ്രീ. മക്കളെപ്പോ വന്നു? കർത്താവേ, ആ കുട്ടികൾ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അവരെ കൂടെ ഉണ്ടാവണം. എന്തായി? ഓ, ഒന്നും പറയണ്ട. 2 താക്കോലും കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതെ, കണ്ട പെണ്ണുങ്ങൾ എടുത്ത് പ്രസംഗം അടിക്കാതെ ഞാൻ പറഞ്ഞ സാധനം വിവാഹിച്ചിട്ട് പാടും. പ്രസംഗം ഞാനല്ല, എന്റെ അപ്പനാണ് പ്രസംഗം. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെയൊക്കെ തന്തമാരെ വേണം പറയാൻ. എടി പോടി വിളിക്കുന്ന പല പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണം കൊണ്ട് ഇടിച്ച ഇത്രയും നല്ലൊരു ബുദ്ധി ഉണ്ടായിട്ട് ഇവിടെ 2 ബുദ്ധിമാന്മാരുണ്ട്. എടുത്ത തീരുമാനങ്ങളെല്ലാം പാളും. അന്നേരമേ അമ്മാവനെ അറിയിച്ചാൽ മതിയായിരുന്നില്ലേ? ഏത് തീരുമാനം പാളിയത്? പാളിയില്ലേ? തീരുമാനം പാളിയില്ലേ? കാർ വിളിക്കാനുള്ള തീരുമാനം അത് ശ്രമം നടത്തിയതാണ്, ശ്രമിച്ചു നോക്കിയതല്ലേ? അളിയ, ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതൊരു ബുദ്ധിമാനും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അമേരിക്ക വിയറ്റ്നാമിൽ അധിനിവേശത്തിന് പോയി. എന്തായി? ഇവിടുത്തെ പ്രശ്നത്തിന്റെ കാര്യത്തിന് നീ അമേരിക്കയിലെ കാര്യമൊക്കെ പറയണേ? ബുദ്ധിമാന്മാർക്കും അബദ്ധം പറ്റുന്ന പറയായിരുന്നു. ഏട്ടന് ഒരു ഉദാഹരണം പറഞ്ഞല്ലേ. കെട്ടിയോനെ രക്ഷിക്കാൻ അവള് വന്നു. പിന്നെ രക്ഷിക്കാനായിട്ട് കടലിൽ പോയി. നീക്കൊന്ന് വായി വെച്ചോണ്ടായി. എടാ, നീ ചുമ്മാ ടെൻഷൻ അടിക്കാരി. അമ്മാവനല്ലേ പോയത്. അമ്മാവന്റെ കാര്യത്തിന് ഉറപ്പാണ്. ഓക്കെ ആണത്. ഞാനിന്ന് പോയി നോക്കിട്ട് വരട്ടെ. എവിടെ നീ പോയിട്ട് തേനാണ് പാലാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് 2 ചക്കര അടയായിട്ട് ഇവിടെ തന്നെ പെറ്റ് വരിക കിടക്കും. പോവാതെ നോക്കായിരുന്നു എന്താ അവിടെ നടക്കണേ. നിങ്ങൾ മിണ്ടായിരിക്കേ. പോയേക്കല്ലേ സംഗതി സക്സസ്. എന്തായി? ശരിയായി, അമ്മാവൻ ചിരിക്കുന്നുണ്ട്. എന്തു പറഞ്ഞു? മേടിച്ചോയാ? എവിടുന്ന കുട്ടികൾ വരുന്നത് പറഞ്ഞ? കൊടുങ്ങവളേന്ന്. നല്ല ഐശ്വര്യമുള്ള കുട്ടികൾ കേട്ടോ. നല്ല ഐശ്വര്യം, നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസം, ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നറിയാം. പിന്നെ നല്ല ചേർച്ചയുണ്ട് കേട്ടോ അവര് തമ്മിൽ.
നിങ്ങൾ എന്തിനാണ് മാപ്പ അവിടെ പോയത്? രണ്ടിനെ പറഞ്ഞുവിടല്ലേ പോയത്? പിന്നെ അങ്ങനെയല്ല, അഭയം തേടി വന്നവരെ നമ്മൾ ഇവിടെ ഒരു കിടക്കും ഭക്ഷണം കൊടുക്കണം. അതാണ് ഈ തറവാടിന്റെ പാരമ്പര്യം. പളിയം ഇവിടെ ഉണ്ടെങ്കിണ്ടല്ലോ, ഇവിടെ പരവതാനി വിരിച്ചു കൊടുത്താൽ നല്ല ചേർച്ചുള്ള കുട്ടികൾ കേട്ടോ. എന്തായി ബുദ്ധിമ? എന്തായി ഇപ്പൊ? ഓ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? ഭയങ്കര ഇയാള് ഓന്താണ്, ഇയാള് കാലുമാറുന്നു എനിക്കറിയായിരുന്നു. ഇതിങ്ങനെ വരൂന്ന് എന്തോന്നടേ ഇത്? കാല് മാറും നമ്മൾ വിചാരിച്ചില്ല. ക്ലീറ്റൻ മോനെ, ഈ കർഷകശ്രീ അവാർഡേ സർക്കാർ കൊടുക്കണതാണ്. എനിക്കറിഞ്ഞൂടാ. ആടാ, നാളെ മന്ത്രിയാവാൻ പോണ ഒരുത്തനത്ര, അവനറിയില്ല. കനക, നിനക്കറിയോ? എന്താ ഈ ഇത് സർക്കാർ കൊടുക്കണതാണ് ഈ കർഷകശ്രീ അവാർഡ്. അതിൽ ഈ മറ്റേ ഈ തരുന്ന ട്രോഫിയിലേ മറ്റേ സ്വർണ്ണൊക്കെ പതിച്ചിട്ടുണ്ടാവില്ലേ, പത്രത്തില് നമ്മുടെ ഫോട്ടോ ഒക്കെ വരുമല്ലോ അല്ലേ? അമ്മാവൻ ആരെങ്കിലും അത് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യണ ഒരാളാണല്ലോ, അപ്പൊ അതുകൊണ്ട് വെറുതെ അറിഞ്ഞു വെക്കാലോ, അത്രേ ഉള്ളു. എല്ലാരും കേൾക്കാൻ പറയാണ്, എന്നെ പാർട്ടിയിൽ നിന്ന് എല്ലാം പുറത്താക്കിയ ഞാൻ പഞ്ചായത്തുള്ള ആളുണ്ടല്ലോ അതിന് കെട്ടിത്തൂക്കി ഞാൻ ചാവും. പറയാം ഇതോടെ പോണോ? പിന്നെ എവിടെ പോവാനാ? അവിടെ അവരിയ്ക്കല്ലേ. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങ് പോരുമോ റോസ്മേരിയേ. റോസ്മേരി വന്നാലും സാരി. ഇപ്പൊ പാടിയതേ കൊടുങ്ങാവളെ പോയി പാടും. അവൾക്ക് നിന്നോട് കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടാവട്ടെ. ഞാൻ അവിടെ ചെന്ന വാതറക്കാൻ സമയം തരണ്ടേ? ആളുടെ ഈ ടോമിനെയും ജെസ്സിയെയും ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യം പോലെയായി. വേറെ ആർക്കും ഒരു താല്പര്യമില്ലടാ. അതെ, താല്പര്യമില്ലാത്ത നമ്മുടെ കുടുംബക്കാരില്ലേ അങ്ങനെ പറഞ്ഞു വിടുന്നത്? കുടുംബക്കാരെന്ന് പറഞ്ഞാൽ നിനക്കെല്ലാം അറിയാമല്ലോ. എൻ്റെ രാഷ്ട്രീയ ഭാവി പോണ കാര്യമാണ് കനകൻ്റെ ജോലി. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നീ എങ്ങനെയെങ്കിലും സഹായിക്കണം. എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് പറഞ്ഞു തടാം. എന്തെങ്കിലും ഐഡിയ. ഐഡിയ എന്ന് പറയുമ്പോൾ ഇച്ചിരി കടന്ന കൈയുണ്ട്. എന്ത് കടന്നതായാലും കുഴപ്പമില്ല, രണ്ടും ഇവിടുന്ന് പോകണം, അത്രേ ഉള്ളൂ. ഇവിടെ യക്ഷിയുടെ ശല്യമുണ്ട്, തൂങ്ങി മരണം നടന്ന വീടാന്ന് പറഞ്ഞാലോ, അങ്ങനെ അവരിപ്പോൾ രാത്രി കിടക്കാൻ പേടിച്ചിട്ട് പോയാലോ? എടേ, നീ ക്ലീശ സാധനം വിടും, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. സാധനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നല്ല ഐഡിയ. ഞാനും ചീമ്പനൊന്നുകൂടെ മുഖംമൂടി ധരിച്ച് നമ്മുടെ സ്ലാബ് സുജിയുടെ വിളിക്കാം. എന്നിട്ട് PP ജോർജിന്റെ ഗുണ്ടകളാണെന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് രാമായണം രണ്ടിന് തല്ലി പിടിച്ചാലോ? എടെ, തല്ലും അടിയൊന്നും അല്ല, അത് പിന്നെ പോലീസും കേസും ഒക്കെ ആവും. പിന്നെ നീ എല്ലാം അകത്തായി പോവും. ലാത്തായവൻ മച്ചമ്പി അകത്താവും, അത് വേറെ കാര്യം. അല്ല, എന്നെ പോലീസുകാർ ഇടിക്കുമ്പോൾ സൂത്രധാരനാന്ന് മച്ചമ്പഴ വരും. അത് തന്നെ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, തുറന്നങ്ങ് പറയണം, ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ ഇറങ്ങിപ്പോൻ പറയണം. എടേ, പോയിട്ട് അറിയാലോ ഇതൊക്കെ പോയിട്ടും വന്നിട്ട് എന്താവും എന്നുള്ളത്. അല്ലാതിപ്പം പെട്ടെന്നാലോചിക്കുമ്പോൾ പഴയ സാധനങ്ങളൊക്കെ വരത്തുള്ളൂ, അതാണ്. കിട്ടിപ്പോയി. പറ. ഇവരെ നമുക്ക് മൂടോടെ അമ്മാവന്റെ വീട്ടിലോട്ടൊക്കെ മാറ്റാം. അവിടെ ആരും വരുത്തോക്കുള്ള വീടല്ലല്ലോ. ബെസ്റ്റ്. അവിടെ ചെല്ലുമ്പോ അമ്മായി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ ഈ അമ്മാവനുണ്ടല്ലോ, ഓന്താണ് ഓന്ത്, നിറം മാറും. ഇപ്പൊ തന്നെ കണ്ടില്ലേ? പിന്നെ ഞാനേ ഒരു ഐഡിയ പറയാം. നീ എൻ്റെ കൂടെ നിൽക്കണം. അല്ല, കൊലപാതക തട്ടിപ്പൊടിയാണ്. ഒന്നുമല്ല, നൈസായിട്ട് നമുക്ക് ഇത് നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യം. നീ വേറെ ദേഹങ്ങളൊക്കെ ഒന്നും വേണ്ട, ഒന്ന് സഹകരിച്ചാൽ മതി. ഉറപ്പ്, ഞാൻ ഉണ്ട്. അതായത് നീ നേരെ ജെസ്സിയുടെ അടുത്ത് പോയിട്ട് പറയണം, ടോം അവളപ്പനെ PP ജോർജിനെ കുറിച്ച് ഇനി പറയാനൊന്നുമില്ല, ചേറ്റയാണ്, ആലവലാതിയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, വെറുതെയാണ്, ഷോ ആണെന്നൊക്കെ പറഞ്ഞ് നീ ടോം ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് നീ അവളോട് പറയണം. അത് കയറും. കാര്യം അവിടെ തന്റെ പറഞ്ഞ നമുക്ക് ഇഷ്ടമല്ല. ഞാൻ നേരെ ടോമിനോട് എന്നിട്ട് പറയാം, ജെസ്സി പറഞ്ഞു, എടാ നിന്റെ അപ്പൻ ഇങ്ങനെയാണ്, ചേറ്റയാണ്, അലവലാതിയാണെന്നല്ല അവൾ പറഞ്ഞു എന്ന് ഞാൻ പറയും. അതും കയറും. കാര്യം അവനും അവൻ്റെ അപ്പനെ പറഞ്ഞ ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ രണ്ടും കൂടെ അടിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത്, അപ്പോഴും തന്നെ 2 ടാക്സി വിളിക്കുക, 2 ഫ്രണ്ട് ഇരുന്ന് കയറ്റി വിടുക. ഓ അല്ലേ എന്റെ മച്ചമ്പി, കൈ കൊടു. ചുമ്മാണോ നിങ്ങളെ രാഷ്ട്രീയത്തിലെ ശിഖണ്ഡി എന്ന് വിളിക്കുന്നത്? ഭീഷ്മാചാരി. ഭീഷ്മാചാര്യൻ. ഇത്രയും ബുദ്ധിയോ? എൻ്റെ ഗതികേട്
എനിക്ക് നിലനിൽക്കണ്ടേ, പലതും ചിന്തിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഐഡിയ ഓക്കെ? ഓപ്പറേഷൻ പരദൂഷണം സക്സസ്. ഓക്കെ. ഉറങ്ങിയാ അമ്മാവാ? നീ താലപ്പൊലിക്ക് താലെടുക്കില്ലേ? താലപ്പൊലിക്ക ആ സ്വപ്നം കണ്ടാ? ഞാൻ ഇവിടെയാണല്ലേ. എന്നാ ഇവിടെ കിടന്നുറങ്ങാതെ അകത്ത് പോയി കിടന്നുറങ്ങും. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെ അച്ഛാ, ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഫുഡൊക്കെ ഫുഡ് കഴിച്ചായിരുന്നു. കഴിച്ചു കഴിച്ചു. പിന്നെ അല്ല മോനെ, വീട്ടില് പപ്പയൊക്കെ കാണണ്ടേ? അവരെയൊന്നും കാണാച്ചാ. ആ പിന്നെ ഞാനേ എന്തെങ്ങനെ പറയുന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടേ. അയ്യോ, വേറെ പേടിക്കാനൊന്നുമല്ല. അതായത് ഈ സെബാസ്റ്റ്യൻ വെട്ടുകുഴി ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അങ്ങനെയുള്ള മോൻ്റെ പപ്പായെ കുറിച്ചിട്ട് ഇത്തിരി പോകുന്നൊരു ഞാഞ്ഞൂല് എന്തൊക്കെ മോശമായിട്ടാണ് പറഞ്ഞെന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ. ആര് അച്ഛാ എൻ്റെ അടുത്ത് പറ, ആരെന്ന് പറ. ആരുമല്ല, ജെസ്സി. അവളാ? അവള് പറയാണ് പിന്നെ മോൻ്റെ പപ്പ ഒരു ലോക തരികിടയാണ്, ഭയങ്കര കൈയിട്ട് വരലാണ്, അവളുടെ പപ്പയുടെ ഒരു രോമത്തിൻ്റെ വില പോലും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ മോനെ കേട്ടോണ്ടിരിക്കണം? ഞാനത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ മോനിപ്പോൾ എടുത്തിയാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പം അതുകൊണ്ടേ ഞാൻ പറയണത്, അത് വിറ്റുണ്ടേ, ഇവളിങ്ങനെയാണ്. ഇവൾ മനസ്സിലൊന്നും വെച്ചിട്ട് പറഞ്ഞല്ല. ഇവള് രാവിലെ ഇത് പറയും, ഉച്ചയാകുമ്പോൾ ഇത് മറന്നു പോകും. അത് വലിയ സംഭവമൊന്നുമില്ല. അത് അല്ല മോനെ, ഇത് മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞാണ്. കാരണം അവളുടെ ഉള്ളിൻ്റെ ഉള്ളി എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം പപ്പയെ പറ്റിയല്ലേ പറഞ്ഞു? പപ്പയെ പറ്റിയാണ്. മമ്മിയെ പറ്റിയല്ലോ പറഞ്ഞു? മമ്മിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇവള് മമ്മിയെ പറ്റിയും വേണമെങ്കിൽ പറയും. ഇവളെ എനിക്കറിയാം. ഇതാണ് എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞു. ഇവളെ മനസ്സിലൊന്നും ഇരിക്കില്ല. ഇവള് മനസ്സിൽ തോന്നണം എല്ലാം അങ്ങ് തുറന്നങ്ങ് പറയാം നമ്മളത്. അതാണ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. ടോമേ, നിന്റെ പപ്പയെ പറ്റിയാണ് ഈ പറഞ്ഞത്. എൻ്റെ പപ്പയെ പറ്റി വേറെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ അവിടെ പോയി കാണണ്ടല്ലോ കണ്ടേനെ. പക്ഷെ ഇതിപ്പോ എൻ്റെ പെണ്ണല്ലേ. നിന്റെ പെണ്ണായില്ലല്ലോ. അത് ഇല്ലെന്ന് ആവുമല്ലോ ഭാവി. ഞാനിപ്പോൾ പറയണത് വേറെ കാര്യമുണ്ട്. കാലാകാലം നിന്റെ കൂടെ ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണ് അവൾ. ഇവള് ഇപ്പം എല്ലാ ദിവസവും ഇങ്ങനെ നിന്റെ പപ്പയെ നിന്റെ മമ്മിയെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നിനക്ക് സ്വസ്ഥതയും സമാധാനമില്ല. നിന്റെ ജീവിതം വെറും കട്ട പോകുകയാവും. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കുക. ആ പെൺകുട്ടി നമുക്ക് വേണ്ട, അങ്ങ് ഒഴിവാക്കുക. ആലോചിച്ചൊരു തീരുമാനം എടുക്കണല്ലോ ചെയ്യാം. ആലോചിച്ച് ചെയ്യാം. എനിക്ക് അവളെ ശരിയാവുള്ളൂ. അവളാകുമ്പോൾ ഒന്നും മനസ്സിൽ ചെയ്യാം. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അങ്ങ് അതേപോലെ അങ്ങ് പറയും, പറഞ്ഞങ്ങ് കളയും. അവള് നല്ല രസമാണ് അവൾ. എനിക്ക് അവളോട് ഉള്ളതൊക്കെ ആലോചിക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര സന്തോഷത്തോടെ വന്നത്. എന്നുവെച്ചാ ഫോണും തരാം. ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം തന്തം തള്ളയ്ക്ക് പുല്ല് വില. പെണ്ണെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു സംഭവം തന്നെയാണ്. കർത്താവേ, അവൻ്റെ ജീവിതം പാഴായി. നീ ഇനി ഇതേപോലെ ആരെങ്കിലും വിളിച്ചോണ്ട് വരും ഇവിടെ?
ഉണ്ടെ മുൻകൂട്ടി സൂചന തരണം, അല്ലെ നിന്നെ അടക്കം ഇവിടുന്ന് അടിച്ചിറക്കും. അറിയാലോ ഇവിടുത്തെ രീതികൾ. ടാക്സിയാ അച്ചമ്പി. ടോമോ? ടോം പറഞ്ഞിട്ട് വന്നേ. എന്താ ടോം പറഞ്ഞു ടോമ് ഭാഗമായിട്ട് എവിടെ പോകുന്നു? ടോം പറയും. എവിടെ പോകുന്നേ? അല്ല, നമ്മളൊരു ഫ്ലാറ്റ് സെറ്റ് ചെയ്ത് അങ്ങോട്ട് മാറാന്ന് വിചാരിച്ചു. അല്ല, ഒരു ഫ്ലാറ്റ് എടുത്തു ഇപ്പൊ അങ്ങോട്ട് മാറാന്ന് വിചാരിച്ചു. അല്ല, പ്രായപൂർത്തിയായിരുന്ന നിലയിൽ നിങ്ങളൊരു ഫ്ലാറ്റ് എടുക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ നല്ല തന്നെ. അതെ, പക്ഷെ തല്ലിപ്പിരിയരുത്. തല്ലും പക്ഷെ പിരിയൂല. അതെ. കട്ടക്ക് നിൽക്കും. അപ്പൊ ഞങ്ങള് സന്തോഷത്തോടെ പോയിട്ട് വരാം. ശരി എന്നാ. അപ്പൊ കാണാം കേട്ടോ. കല്യാണത്തിന് വിളിക്കോ? പോയിട്ട് വരട്ടെ. വിളിക്കണേ. വിളിക്കാം. പോട്ടെ. ശരി ശരി. ശരിയാണ്. നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു. ഓക്കെ. കാണാം. ശരി, പെരുന്നാളിന് ഓക്കെ. പൊളിക്കും. പിന്നെ 2 ദിവസം നമ്മളോട് ഉണ്ടായിരുന്ന ആരത്തും പറയല്ലേ. ആരടുത്ത് പറയാം? നിങ്ങളും പറയൂലേ? അതാണ്. അപ്പൊ പോയിട്ട് കാണാം. ഹാപ്പി ജേണി. ഓക്കെ. ഓക്കെ. നീ ഫ്രണ്ട് അല്ല, ടോം ഫ്രണ്ട് ഇരുന്നോ? നമുക്ക് 2 പേർക്ക് ബാക്ക് ചെയ്യാം. ഇല്ലില്ല, സെറ്റാണ്. ഓക്കെ. എടീ പൊന്നെ, അയാളൊന്ന് ശ്വാസം വീണത്. അയ്യോ, എന്തായാലും ഇത്രയൊക്കെ ആയി. ഇനിയിപ്പൊ നാളത്തെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് വിട്ടാ മതിയായിരുന്നു. ഹാപ്പി. എവിടെ പോകുന്നു? എവിടെ പോകുന്നു? ടോമോനെ ഒന്ന് കാണും. അവനോടൊരു കാര്യം പറയണം. ടോമോനെ. കർഷകശ്രീക്കുള്ള പോക്കാ.